പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു കലാകാരൻ നമുക്ക് കലാകാരനെ കാണാൻ പറ്റി, കലാകാരൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇന്നൊരു പാട്ട് കേൾക്കാം. വലിയ പാട്ടുകാരനാണ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ പേര് നല്ല വ്യക്തമാവാനും വന്നില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചും മനസ്സിലാക്കാം. എന്തായാലും അദ്ദേഹം ഇവിടെ ഉണ്ട്. സാറേ നമസ്കാരം. 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 സാറിൻ്റെ പേര്? എൻ്റെ പേര് രാജ്കുമാർ. രാജ്കുമാർ. അപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പുള്ളീനെ, പാട്ടുകാരൻ, അന്യനി ഗായകനാണ്. എല്ലാവരും പറഞ്ഞുകൊണ്ട് പോകുന്ന പാട്ടുകാരൻ ഇങ്ങനെ ഒറ്റപ്പെട്ടിരുന്നപ്പോൾ മീഡിയയ്ക്ക് ഒരു പക്ഷേ നമുക്ക് ചോദിക്കാം. സാറേ, നമുക്കൊരു പാട്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, കാണാൻ നേരിട്ട് കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇരുന്നിരുന്ന് വന്നതാ. അപ്പോൾ എന്താ പേര്? ഒന്നും കൂടെ പറഞ്ഞ പേര്? എൻ്റെ രാജ്കുമാർ. രാജ്കുമാർ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, ചെറിയ ഒരു വരി മീഡിയയ്ക്ക് ഒരു പാട്ട് പാടി മതി. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആളിമാരുത്തുകൂടി ആമ്പൂ വിരിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടിപ്പോയി, ആരും കാണാത്ത പൂ തേടിപ്പോയി. എൻ്റെ ഭാവനാരതലവനത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി, വർണ്ണസുന്ദരമാം താലങ്ങളേന്തി വന്യപുഷ്പജാലം നിരയായി നിന്നു, വരവേൽക്കുവാനായി ഒരുങ്ങി നിന്നു. ആഹ 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 പ്രിയപ്പെട്ടവരെ, ഒരുപാട് പാടാൻ കഴിയട്ടെ ഇവർക്ക്. ഇത്രയും വളരെ ഏജ് ഉള്ളപ്പോഴും അവരുടെ മനസ്സ് തുറക്കാമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പ്രയാസങ്ങളും ഭാരങ്ങളും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേദനകളും അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉണ്ടായി പോലും സമയം നമ്മളെ കാത്തിരിക്കില്ല. ആ സമയം അവർ കാത്തിരിക്കാതെ അല്ലെങ്കിൽ സമയം നമ്മളെ നിർത്തും. ആ സമയം കടന്നു പോകുന്ന സമയങ്ങളിലെല്ലാം അവിടെ സമയത്തിന് ഉപരി അവരുടെ മനസ്സ് തുറക്കുക എന്നുള്ളതാണ്. ഉള്ള സമയം സന്തോഷിക്കുക. സമയം നമ്മളെ കാത്തി നിൽക്കില്ല. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരും കൂടെ ഉണ്ട്, അവരോടും കൂടെ വയ്ക്കാം. സാറേ, എന്തായാലും പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പാടാൻ നല്ല പാട്ടായിരുന്നു. അഡ്വക്കേറ്റാണ്. മറ്റേത് അദ്ദേഹം ഒരു വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. പിന്നെ അങ്ങേ അറ്റത്തിരിക്കുന്ന കാഷ്യൂവിൻ്റെ എക്സ്പോർട്ടിംഗ് മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം നല്ല ഒരു ഗായകനാണ്. എന്തായാലും നിങ്ങളൊക്കെ പൊതുകാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പം കിടക്കുന്ന ആരോപണങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ സിനിമാ രംഗത്തൊക്കെ ഒരുപാട് നിങ്ങളൊക്കെ പൊതുരംഗത്തിരിക്കുന്നവരാണ്. ഒരുപാട് ചിന്തിക്കാൻ പറ്റുന്നവരാണ്. വളരെ പക്വതയുണ്ട്. നമ്മളെ പ്രായമുള്ളവരൊക്കെയാണ് ഇപ്പോൾ പല കേസിലും പ്രതിയായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് നാളിന് മുമ്പൊക്കെ ഒന്ന് സംസാരിച്ചതും മിണ്ടിയതും ഒന്ന് ചായ കുടിച്ചതും ഒക്കെ ഇപ്പോൾ പീഡനമായി മാറുന്നു എന്നുള്ള സിനിമാ രംഗത്തൊക്കെ വരുന്നത്. അതൊക്കെ ശരിയാണോ തെറ്റാണോ? തീർച്ചയായും അത് തെറ്റാണ്. കാരണം മറ്റൊന്നുമല്ല, ഫിലിം ഫീൽഡിൽ ഒരു വേക്കൻസി ചോദിച്ചു വന്ന പല പ്രമുഖ വ്യക്തികളും ഇന്നും മേൽഘടകത്തിൽ നിന്ന് അഭിനയിക്കുന്നുണ്ട്. പക്ഷേ വേക്കൻറ്റ് കിട്ടാത്ത ചില ആൾക്കാർ അസൂയ പൂണ്ട് പല പ്രമുഖ നടന്മാരെ കുറിച്ച് വെറുതെ പറഞ്ഞാൽ മതി. വെറുതെ ഒന്ന് ഇത്ര 12-30 വർഷം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് വന്ന് ലൊക്കേഷനിലോ ഏതെങ്കിലും ജോലിയിലോ എന്തെങ്കിലും കഥ കേൾക്കാനോ പിന്നെ പറയാൻ വന്ന കാണുകൊണ്ട് അത് പീഡിപ്പിച്ചെന്ന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു മാറ്റർ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ട്, അതേപോലെ ഒരു പുരുഷ കമ്മീഷനും കൂടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഈ ഒരു വാക്ക് എല്ലാവരിലും ഇപ്പോൾ ഉണർന്നു വരുന്നുണ്ട്. പുരുഷ കമ്മീഷൻ വേണം എന്ന്. കാരണം ലേഡിക്ക് മാത്രം പോരാ. എന്തായാലും ഈ വേളയിൽ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കേരളം ഇങ്ങനെ വളരെ ശ്രദ്ധ പിടിച്ചിരിക്കുന്ന ഇടയിൽ നിങ്ങളുടെ ആ കുഞ്ഞു മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ പാട്ട് ഒന്ന് കേൾക്കാൻ കഴിയട്ടെ. ഞാനൊരു ഗായകനൊന്നുമല്ല, എന്നാലും പാട്ട് ഏറെ ഇഷ്ടമാണ്. ഇവിടെ കൊല്ലത്ത് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട പല സംഘടനകളിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ട് ഞാനൊരു 4 വരി പാടാം. 4 വരി പാടുന്നതിന് മുമ്പ് കലാകാരനാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആരോപണങ്ങൾക്ക് സിനിമാ രംഗത്തൊക്കെ ഒരു വാക്ക് പറയാം. അല്ല, അത് ശരിയോ തെറ്റാ പറഞ്ഞു കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴാണോ അത് എഫക്ട് ചെയ്ത് കൊണ്ടുവരണം? അല്ല, അന്ന് തന്നെ കൊണ്ടുവരണമായിരുന്നു. അവർക്കൊരു കറേജ് ഉണ്ടെങ്കിൽ അന്ന് തന്നെ കൊണ്ടുവരണം. ഇപ്പോൾ ഒരു സംഭവം വന്നപ്പോഴല്ല കൊണ്ടുവരേണ്ടത്.
അപ്പോൾ ശരിക്കും പുരുഷന്മാരെ തേജോവധം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും എന്തായാലും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പുരുഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ ഒരു പുരുഷ കമ്മീഷനും ഫോം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. എന്തായാലും ഒരു പാട്ട് കേൾക്കാൻ പ്രേക്ഷകർക്ക് എന്തായാലും ഒരു പാട്ട്. 14 രാവ് ഉദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ, 14 രാവ് ഉദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ.